അരുവിക്കരയിൽ UDF സ്ഥാനാർത്ഥിയായി കാർത്തികേയന്റെ മകൻ KS ശബരിനാഥനെ പ്രഖ്യാപിച്ചു. KPCC അധ്യക്ഷൻ VM സുധീരനാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. തനിക്ക് രാഷ്ട്രീയ ബോധമുണ്ടെന്ന് UDF സ്ഥാനാർത്ഥി ശബരിനാഥൻ പ്രതികരിച്ചു. പാർട്ടി തീരുമാനം അംഗീകരിക്കുന്നതായി കാർത്തികേയന്റെ ഭാര്യ ഡോക്ടർ MD സുലേഖയും വ്യക്തമാക്കി. ഏറെ അനിശ്ചിതത്വങ്ങൾക്കും വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും വിരാമമിട്ടുകൊണ്ടാണ് അരുവിക്കരയിലെ UDF സ്ഥാനാർത്ഥിയായി G കാർത്തികേയന്റെ രണ്ടാമത്തെ മകൻ KS ശബരിനാഥനെ KPCC അധ്യക്ഷൻ പ്രഖ്യാപിച്ചത്. കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDFന്റെ സ്ഥാനാർത്ഥിയായി ശ്രീ KS ശബരിനാഥനെ പാർട്ടി നിയോഗിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വരെ നടന്ന സജീവ ചർച്ചകളിൽ കാർത്തികേയന്റെ ഭാര്യ MT സുലേഖയെ സ്ഥാനാർത്ഥിയാക്കാനായിരുന്നു നീക്കം. എന്നാൽ സുലേഖ വിസമ്മതിച്ചതിനെ തുടർന്നാണ് കാര്യങ്ങൾ മാറിത്തിരിഞ്ഞത്. രാവിലെ DCCയിൽ KPCC അധ്യക്ഷന്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലാണ് ശബരിനാഥിനെ അരുവിക്കരയിലെ സ്ഥാനാർത്ഥിയാക്കാനുള്ള അന്തിമ തീരുമാനമുണ്ടായത്. കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയെ KPCC അധ്യക്ഷൻ സമന്വയിപ്പിച്ച ശേഷമാണ് ഈ തീരുമാനം DCC അംഗീകരിച്ചത്. രാഷ്ട്രീയത്തിൽ അച്ഛന്റെ പാത പിന്തുടരുമെന്ന് ശബരിനാഥ് പ്രതികരിച്ചു. അങ്ങനെ ഒരു നല്ല രാഷ്ട്രീയ പാരമ്പര്യം ഉണ്ട്. പിന്നെ അച്ഛൻ്റെ ഒരു സ്റ്റൈലാണ് ഞാനും തുറന്നിട്ടുള്ളത്. രാഷ്ട്രീയ അവബോധമുണ്ട്, രാഷ്ട്രീയം നന്നായിട്ട് അറിയാം, പ്രവർത്തിച്ചിട്ടുമുണ്ട്. പാർട്ടി പറയുന്നത് അംഗീകരിക്കുന്നതായും പാർട്ടിയാണ് ഞങ്ങൾക്കെല്ലാമെന്നും കാർത്തികേയന്റെ ഭാര്യ ഡോക്ടർ MT സുലേഖ പറഞ്ഞു. ആ ഒരു സ്ഥലത്തേക്ക് ഞങ്ങളുടെ മകനെ പാർട്ടി നിർദ്ദേശിക്കുമ്പോൾ അതിൽ എന്താണ് എനിക്ക് അഭിമാനം, സന്തോഷം. സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ശേഷം ശബരിനാഥൻ നേരെ KPCC ആസ്ഥാനത്തെത്തി VM സുധീരനെ സന്ദർശിച്ചു. തുടർന്ന് DCCയിലെത്തി ജില്ലാ നേതാക്കളെയും കണ്ടു. ഏറെ വലച്ച സ്ഥാനാർത്ഥി നിർണയം പരിഹരിച്ച കോൺഗ്രസിന് സ്ഥാനാർത്ഥി തീരുമാനത്തിനെതിരെ ഉയർന്ന പ്രതിഷേധം ശമിപ്പിക്കുകയാണ് ഇനി ലക്ഷ്യം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അരുവിക്കരയിലെ സ്ഥാനാർത്ഥിയായി G കാർത്തികേയന്റെ മകനെ പ്രഖ്യാപിച്ച കോൺഗ്രസ് നിലപാടിനെതിരെ KSU യൂത്ത് കോൺഗ്രസ് സംഘടനകളുടെ പരസ്യ പ്രതിഷേധം. വിമത സ്വരങ്ങളെ VM സുധീരൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ തള്ളി. KSU ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ മാത്രം ഇടപെട്ടാൽ മതിയെന്ന VM സുധീരന്റെ നിലപാട് ശരിയല്ലെന്ന് KSU പ്രതികരിച്ചു. വിവരങ്ങളുമായി ശ്യാം ദേവരാജ് ന്യൂസ് റൂമിൽ നിന്ന് ചേർന്നു. ശ്യാം, KSU അടക്കം ഇക്കാര്യത്തിൽ വിമത ശബ്ദം ഉയർത്തിയപ്പോൾ യഥാർത്ഥത്തിൽ സ്വാഭാവികമായും നിലവിൽ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? അരുൺ, ഇക്കാര്യത്തിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് അരുവിക്കരയിൽ UDF സ്ഥാനാർത്ഥിയായി G കാർത്തികേയന്റെ മകൻ KS ശബരിനാഥനെ പ്രഖ്യാപിച്ചത് തൊട്ടുപിന്നാലെയാണ് KSUവും യൂത്ത് കോൺഗ്രസും മഹിളാ സംഘടനകൾ അടക്കമുള്ള കോൺഗ്രസിന്റെ പോഷക സംഘടനകൾ നിലപാട് വ്യക്തമാക്കിയത്. ഇതിനെതിരെ അല്ലെങ്കിൽ ഇത്തരം നിലപാടുകളെ തുടക്കത്തിൽ തന്നെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ തള്ളി. ഈ KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഉൾപ്പെടെ നിലപാടുകൾക്കെതിരെ KPCC പ്രസിഡന്റ് VM സുധീരൻ, ഒപ്പം മുതിർന്ന നേതാവ് വയലാർ രവി ഉൾപ്പെടെയുള്ള നേതാക്കൾ നിലപാട് വ്യക്തമാക്കി. രമേശ് ചെന്നിത്തലയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും രംഗത്ത് വന്നു. ഈ നിലപാടുകളെ വീണ്ടും ഇതിനെതിരെയാണ് KSU ഏറ്റവും ഒടുവിൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അരുവിക്കരയിൽ നടക്കുന്നത് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പാണ് എന്നായിരുന്നു രാവിലെ KPCC പ്രസിഡന്റ് VM സുധീരൻ KSU നേതാക്കളെ പരിഹസിച്ചത്. എന്നാൽ ഈ പരാമർശത്തിനെതിരെയാണ് ഏറ്റവും ഒടുവിൽ KSU രംഗത്തെത്തിയിരിക്കുന്നത്. സുധീരന്റെ നിലപാട് അംഗീകരിക്കാനാകില്ല. KSU ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ മാത്രം ഇടപെട്ടാൽ മതിയെന്ന നിലപാട് ശരിയല്ല എന്നാണ് KSU സംസ്ഥാന പ്രസിഡന്റ് VS ജോയി തൻ്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചത്. ശബരിനാഥിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ തിരുത്തൽവാദവുമായി താരതമ്യം ചെയ്യരുത് എന്നാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നേരത്തെ പ്രതികരിച്ചത്. കാരണം തിരുത്തൽവാദം കരുണാകരൻ്റെ കുടുംബവാഴ്ചയ്ക്കെതിരെ അല്ലായിരുന്നു, കോൺഗ്രസിലെ ദുഷ്പ്രവണതകൾക്കെതിരെയായിരുന്നു തിരുത്തൽവാദം ഉയർന്നു വന്നത്, അല്ലെങ്കിൽ അത്തരം ഒരു നിലപാടുകൾ ഉണ്ടായത് എന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ വിശദീകരണവും. KSUവിൻ്റെ നിലപാടുകളെ പൂർണ്ണമായും തള്ളുന്ന രീതിയിലുള്ള സമീപനമാണ് രാവിലെ KPCC അധ്യക്ഷൻ VM സുധീരനും ഒപ്പം മുതിർന്ന നേതാവ് വയലാർ രവിയും സ്വീകരിച്ചത്. ഇതിൽ KSU അഭിപ്രായം പറയാൻ അരുവിക്കരയിൽ നടക്കുന്നത് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പല്ല എന്നായിരുന്നു VM സുധീരന്റെ പ്രതികരണം. UDF ഒറ്റക്കെട്ടായി പ്രവർത്തിക്കും, ഘടകകക്ഷി നേതാക്കളുടെ എല്ലാം പിന്തുണയുണ്ട്, ശബരിനാഥൻ വിജയിക്കുമെന്ന ശുഭപ്രതീക്ഷയാണുള്ളതെന്നും VM സുധീരൻ രാവിലെ പറഞ്ഞിരുന്നു. KPCC തീരുമാനം ഏകകണ്ഠമാണെന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് വയലാർ രവി ഇക്കാര്യത്തിൽ പ്രതികരിച്ചത്. KSUക്കാർ അങ്ങനെയൊക്കെ പറയും, പണ്ടും KSU ഇങ്ങനെയൊക്കെ പലതും പറഞ്ഞിട്ടുണ്ട്, പ്രതികരിച്ചിട്ടുണ്ട് എന്നും KSUവിനെ തിരുത്തി വയലാർ രവി പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഏതായാലും ശരി, തുടക്കത്തിൽ ശബരിനാഥനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുമ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസും KSU ഉൾപ്പെടെയുള്ള പോഷക സംഘടനകളും രംഗത്ത് വന്നത് തുടക്കത്തിൽ തന്നെ കോൺഗ്രസിന് അല്ലെങ്കിൽ UDFന് മൊത്തത്തിൽ തന്നെയും താരതമ്യേന ചെറുതല്ലാത്ത പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. അരുൺ, ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്. തിരുത്തൽവാദത്തിൽ
തിരുത്തലുമായി രമേശ് ചെന്നിത്തല. ശബരിനാഥന്റെ സ്ഥാനാർത്ഥിത്വത്തെ തിരുത്തൽവാദവുമായി താരതമ്യം ചെയ്യരുതെന്ന് രമേശ് ചെന്നിത്തല. തിരുത്തൽവാദം കരുണാകരന്റെ കുടുംബവാഴ്ചയ്ക്കെതിരായിരുന്നില്ല എന്നും കോൺഗ്രസിലെ തെറ്റായ പ്രവണതകൾക്കെതിരെയായിരുന്നുവെന്നും രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് പറഞ്ഞു. പാർട്ടിക്കുള്ളിൽ കാർത്തികേയനും ഞാനും ഷാനവാസും ചേർന്നാണ് തിരുത്തൽവാദം എന്നൊരു മൂവ്മെൻറ്റ് ആ കാലഘട്ടത്തിലുണ്ടായത്. അത് മക്കൾ രാഷ്ട്രീയത്തിനെതിരായി ഏതെങ്കിലും മകൻ രാഷ്ട്രീയത്തിൽ വന്നതിനെതിരായിട്ടായിരുന്നില്ല. അന്ന് ശ്രീ കെ മുരളീധരൻ MP ആയ കാലമാണ്. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് MP ആയ കാലമാണ്. അത് അന്ന് ചില പ്രവണതകൾ പാർട്ടിക്കുള്ളിലും ഭരണരംഗത്തുമുണ്ടായ ചില പ്രവണതകൾക്കെതിരായിട്ടാണ് തിരുത്തൽവാദം ആരംഭിച്ചത്. അതും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. KSU മുൻപും എതിർപ്പുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും അത് കാര്യമാക്കേണ്ടെന്നും വയലാർ രവി. കോഴിക്കോടായിരുന്നു വയലാർ രവിയുടെ പ്രതികരണം. അരുവിക്കരയിലെ LDF സ്ഥാനാർത്ഥി M വിജയകുമാർ പ്രചരണം തുടങ്ങി. ആര്യനാട് നഗരത്തിലും പരണ്ടോടുമായിരുന്നു പ്രചരണം. രാഷ്ട്രീയ പോരാട്ടമാണ് അരുവിക്കരയിൽ നടക്കുക എന്ന് വിജയകുമാർ പറഞ്ഞു. വോട്ടർമാരെ പേരെടുത്ത് വിളിച്ച് പഴയ പരിചയം പുതുക്കിയാണ് LDF സ്ഥാനാർത്ഥി M വിജയകുമാറിന്റെ പ്രചാരണം പുരോഗമിക്കുന്നത്. ആര്യനാട് നഗരത്തിലായിരുന്നു വിജയകുമാറിന്റെ പ്രചാരണത്തിന് തുടക്കമായത്. ആര്യനാട് മുതൽ പറണ്ടോട് വരെ വീടുകളിലും കടകളിലും കയറി വോട്ടഭ്യർത്ഥിച്ചു. നിറഞ്ഞു ചിരിയോടെ വോട്ടർമാരോട് പരിചയം പുതുക്കിയായിരുന്നു വിജയകുമാറിന്റെ പ്രചാരണം. പുതിയ സംഗതികളൊന്നുമല്ല, പരിചിതമായ സ്ഥലവും പരിചിതമായ മുഖങ്ങളും ആൾക്കാരുമാണ്. അപ്പോൾ പ്രവർത്തനം അനായാസം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നല്ല പ്രതികരണമാണ്. മണ്ഡലത്തിലെ പ്രമുഖ വ്യക്തികളെയും സംഘടനാ നേതാക്കളെയും രാവിലെ നേരിൽ കണ്ടു. പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയന്റെ ആഭിമുഖ്യത്തിൽ ആര്യനാട്, പറണ്ടോട്, തൊളിക്കോട്, വിതുര പഞ്ചായത്തുകളിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയും ചേർന്നു. ക്യാമറമാൻ വിനോദ് കുമാറിനൊപ്പം MR സജേഷ്, അരുവിക്കര. അരുവിക്കരയിലെ തത്സമയ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി KG ദിനകർ ചേരുന്നു. ദിനകർ, ഇരു മുന്നണിയിലെയും സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് വ്യക്തമായ ഒരു ചിത്രം ലഭ്യമായതോടെ എങ്ങനെയാണ് പ്രചാരണ പ്രവർത്തനങ്ങൾ മുന്നേറുന്നത്? അരുൺ, UDF സ്ഥാനാർത്ഥി കൂടി കളത്തിൽ എത്തിയതോടുകൂടി ചിത്രം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. LDF ഒരുപടി മുന്നിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉള്ളത്. വിജയകുമാർ ആ പര്യടനം ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ന് ഉച്ചയോടുകൂടി ആര്യനാട് ടൗണിൽ നിന്നും വിവിധ കടകളിലും ഒപ്പം പ്രമുഖരായിട്ടുള്ള നേതാക്കളെയും പ്രമുഖരായിട്ടുള്ള ആളുകളെയും വിജയകുമാർ കാണുകയും കടകളിലടക്കം കയറി വോട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. UDF സ്ഥാനാർത്ഥി ശബരിനാഥ് കൂടി രംഗത്തെത്തിയതോടുകൂടി തെരഞ്ഞെടുപ്പ് രംഗം ചൂടായി കഴിഞ്ഞിരിക്കുന്നു. ശബരിനാഥ് ആര്യനാടെത്തി ഇന്ന് ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. താൻ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുന്നു. വിജയം സുനിശ്ചിതമാണ് എന്നാണ് ശബരിനാഥ് വ്യക്തമാക്കുന്നത്. അതേസമയം UDFിനുള്ളിലെ പ്രശ്നങ്ങളും KM മാണിക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള അഴിമതി ആരോപണങ്ങളും മന്ത്രിസഭയിലെ പല പ്രമുഖരായിട്ടുള്ള മന്ത്രിമാർക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള അഴിമതി ആരോപണങ്ങളും ഒക്കെ UDFിന് നേരിടേണ്ട വലിയ വെല്ലുവിളി തന്നെയാണ്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നതും UDFിനെ സംബന്ധിച്ച് വലിയ ഒരു ആവശ്യം തന്നെയാണ്. ഉമ്മൻചാണ്ടിക്ക് തൻ്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുന്ന തരത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ശബരിനാഥിനെതിരെ ചില കോണുകളിൽ നിന്ന് എതിർപ്പ് ഉയരുകയും ചെയ്യുന്നുണ്ട്. ശബരിനാഥിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് വിതുര കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് U ഗോപി രാജി സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹവുമായി ബന്ധപ്പെട്ടപ്പോൾ കടുത്ത പ്രതിഷേധത്തിലാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. UDFിനുള്ളിൽ തന്നെ കോൺഗ്രസിനുള്ളിലും ഒപ്പം മറ്റ് ഘടകകക്ഷി നേതാക്കൾക്കിടയിലും ഘടകകക്ഷി അണികൾക്കിടയിലും കടുത്ത അസംതൃപ്തി നിലനിൽക്കുന്നുണ്ട്. ശബരിനാഥിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ വളരെ രഹസ്യമായി തന്നെ തങ്ങളുടെ നിരാശ അവർ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് കളം വ്യക്തമായിരിക്കുന്നു. ഇനി BJPയുടെ സ്ഥാനാർത്ഥി കൂടി രംഗത്തെത്തുന്നതോടുകൂടി ഏകദേശം ചിത്രം പൂർണ്ണമാവുകയും ചെയ്യും. തെരഞ്ഞെടുപ്പ് ഗോദ അതിൻ്റെ കടുത്ത ചൂടിലേക്ക് വരും ദിവസങ്ങളിൽ കടക്കും. അരുൺ. KG ദിനകർ, അരുവിക്കരയിൽ നിന്ന്. തലസ്ഥാന നഗരത്തിലുടനീളം കുടിവെള്ളം എത്തിക്കുന്നത് അരുവിക്കരയിൽ നിന്നാണ്. പക്ഷേ അരുവിക്കര പഞ്ചായത്തിലെ പലയിടങ്ങളിലും കുടിവെള്ളം ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഒരു തെരഞ്ഞെടുപ്പിന് കൂടി വേദിയാകുമ്പോൾ കുടിവെള്ളമാണ് ഇവിടുത്തെ പ്രധാന ചർച്ചാ വിഷയം. വർഷങ്ങളായി തലസ്ഥാന നഗരത്തിലേക്ക് വെള്ളം എത്തിക്കുന്നത് ഈ അരുവിക്കര അണക്കെട്ടിൽ നിന്നാണ്. എന്നാൽ അരുവിക്കരയിലെ പല ഗ്രാമങ്ങളും ഇന്ന് കടുത്ത കുടിവെള്ളക്ഷാമമാണ് നേരിടുന്നത്. അരുവിക്കര ഡാമിന് സമീപമുള്ള കടമ്പനാട്, കരുമരക്കോട്, പാതിരിയോട് തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിലെ നൂറുകണക്കിന് കുടുംബങ്ങൾ കുടിവെള്ളമില്ലാതെ ദുരിതത്തിലായിട്ട് മാസങ്ങളായി. അരുവിക്കര ഡാമിൽ നിന്ന് 1 കിലോമീറ്റർ പോലുമില്ല ശാന്തിനഗറിലേക്ക്. വലിയൊരു ജലസംഭരണിയുടെ സമീപ പ്രദേശമായിരുന്നിട്ട് പോലും ഈ ടാപ്പുകളിലൊന്നും ഇന്നും വെള്ളമില്ല.
2-3 മാസം കൊണ്ട് ഇവിടെ വെള്ളങ്ങളില്ല, കുടിയ വെള്ളമില്ല. ഞങ്ങൾക്ക് ആഹാരം വ്യാപിച്ച് തിന്നാനും പാങ്ങില്ല, തുണികൾ നനയ്ക്കാനും പാങ്ങില്ല, ഞങ്ങളെ പിള്ളേരെ പോറ്റാൻ പോലും പാങ്ങില്ല. മാസങ്ങളോളാണ് ഈ ടാപ്പില, ഈ വെളിയിലുള്ള ടാപ്പില വെള്ളം ഒരു തുള്ളി കിട്ടിയിട്ട്. ഇവിടുന്ന് അരുവിക്കരയിൽ നിന്ന് വെള്ളം ടാങ്കർ ലോറിയിൽ സിറ്റിയിൽ കൊണ്ടുപോകണം. ഇവിടെയുള്ള ആൾക്കാർക്ക് വെള്ളം തരാൻ ടാങ്കർ ലോറി അവർ തരൂല. അടുത്തുള്ള വീടുകളിൽ നിന്നും അല്ലാതെ ഒരു പൈസ കൊടുത്തൊക്കെയാണ് നമ്മളെ വീട്ടിൽ നമ്മൾ വെള്ളം വാങ്ങുന്നത്. എയും AX ആരും വിളിച്ചാൽ ഫോൺ എടുക്കൂല. വിളിക്കുമ്പോൾ അവരേക്കും കുന്നുംപുറത്തിലാണ് വീട് കൊണ്ടുവയ്ക്കുന്നത്. നിങ്ങൾക്ക് 3-4 വീട്ടുകാർക്ക് മാത്രമല്ലേ വെള്ളം ഇല്ലാതുള്ളൂ, ബാക്കി എല്ലാവർക്കും വെള്ളം ഉണ്ടല്ല. ഈ ഇവിടുത്തെ എല്ലാ നാട്ടുകാരും കൂടി ചെന്നിട്ട് പല പ്രാവശ്യം അവിടെ സമരം ചെയ്യുകയും അവിടെ നമ്മൾ സത്യാഗ്രഹം ഇരിക്കുകയും എല്ലാം ചെയ്തിട്ടും അവർ നമ്മൾ ഇവിടെ എന്തെങ്കിലും ചെയ്യുന്നതിൻ്റെ പിറ്റേ ദിവസം 2 ദിവസം വെള്ളം കിട്ടും. അത് കഴിഞ്ഞാൽ വീണ്ടും ഇതാണ് ഗതി. ഇനി തൊട്ടടുത്തുള്ള ചൈതന്യ നഗറിലേക്ക്. സമാന സ്ഥിതി തന്നെയാണ് ഇവിടെയും. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. കുടിവെള്ളം എത്തുന്നില്ലെങ്കിലും ഇവിടുത്തുകാർക്ക് കൃത്യമായി കുടിവെള്ളത്തിന്റെ ബില്ല് കിട്ടുന്നുണ്ട്. എനിക്കിവിടെ ഇപ്പോൾ 6 മാസമായിട്ട് ഇവിടെ വെള്ളം കിട്ടുന്നില്ല ഇപ്പോൾ. പക്ഷേ ഒരു 2014 ഓഗസ്റ്റിൽ എനിക്ക് വന്ന ബില്ല് 32,049 രൂപ എനിക്ക് ബില്ല് വന്നു. ചുരുക്കി പറഞ്ഞാൽ വെള്ളം കിട്ടിയിട്ട് 6 മാസത്തോളമായി. ബില്ലുകളൊക്കെ കറക്റ്റാണ് വരുന്നുണ്ട്. ഞങ്ങൾക്ക് ടാപ്പിൽ നിന്ന് ലൈൻ പൈപ്പിൽ നിന്ന് അങ്ങനെ ഞങ്ങൾക്ക് വെള്ളം എന്ന് പറയുന്നത് ഈ 6 മാസം കൊണ്ട് ഞങ്ങൾക്ക് വെള്ളം ഇല്ല. ഇതിനൊരു പരിഹാരം ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കാണണം. നിരവധി തവണ അതിൻ്റെ ഉദ്യോഗസ്ഥരെയും ജനപ്രതിനിധികളായിട്ടുള്ള പഞ്ചായത്ത് മെമ്പറേയും പഞ്ചായത്ത് ഭരണാധികാരികളെയും രേഖാമൂലം ഇവിടുത്തെ നാട്ടുകാർ ഒന്നടങ്കം അറിയിപ്പ് കൊടുത്തിട്ടും യാതൊരുവിധ നടപടികളും എടുത്തിട്ടില്ല. ചൈതന്യ നഗറിലും ശാന്തി നഗറിലും മാത്രമല്ല, അരുവിക്കര പഞ്ചായത്തിലെ നിരവധി ഇടങ്ങളിലാണ് കുടിവെള്ളമില്ലാത്തത്. ഒരു തിരഞ്ഞെടുപ്പ് കൂടി പടിവാതിൽക്കലെത്തുമ്പോൾ തങ്ങളുടെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം തേടുകയാണ് ഈ പ്രദേശവാസികൾ. അരുവിക്കരയിൽ നിന്നും ക്യാമറാമാൻ RK കുമാറിനൊപ്പം ജിതിൻ ചന്ദ്രൻ. പോലീസ് തലപ്പത്ത് വൻ അഴിച്ചുപണി. വിജിലൻസ് ADGP ജേക്കബ് തോമസിനെ ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗത്തിന്റെ മേധാവിയായി നിയമിച്ചു. ലോക്നാഥ് ബെഹ്റ പുതിയ ജയിൽ മേധാവിയാകും. പോലീസ് ഹൗസിംഗ് കോർപ്പറേഷൻ മേധാവിയായി അനിൽ കാന്തിനെയും പോലീസ് ആസ്ഥാനത്തെ ADGP-ആയി അരുൺകുമാർ സിന്നെയും നിയമിച്ചു. ബാർ കോഴ ഇടപാടിൽ കെ ബാബുവിനെതിരായ വിജിലൻസ് അന്വേഷണത്തിന്റെ മേൽനോട്ട ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥനായിരുന്നു ജേക്കബ് തോമസ്. നേരത്തെ കെ മാണിക്കെതിരെയുള്ള അന്വേഷണവും ജേക്കബ് തോമസിന്റെ മേൽനോട്ടത്തിലായിരുന്നു. ഇതിനിടെയാണ് 6 മാസം മുൻപ് ജേക്കബ് തോമസിനെ DGP-യെ സ്ഥാനക്കയറ്റം നൽകിയത്. സ്ഥാനക്കയറ്റം നൽകി വിജിലൻസിൽ നിന്ന് ജേക്കബ് തോമസിനെ മാറ്റാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമായി. ഇതേ തുടർന്ന് നീക്കം ഉപേക്ഷിച്ചു. ഇപ്പോൾ 2 DGP-മാർ വിരമിച്ച ഒഴിവിലാണ് ജേക്കബ് തോമസിനെ അഗ്നിശമന സേനയുടെ മേധാവി സ്ഥാനം നൽകി വിജിലൻസിൽ നിന്നും മാറ്റിയത്. ഇതോടെ ബാർ കോഴ കേസിൽ അട്ടിമറി നടക്കുമെന്ന് ഉറപ്പായി. ഒരാളിനെ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാലും അയാളെ മാറ്റുകയെന്ന് പറയുന്നത് അത് ജനങ്ങളുടെ ഇടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാനാണ്. ഒരു DGP-യുടെ കീഴിൽ വേറൊരു DGP-ക്ക് ഇരിക്കാൻ കഴിയില്ല. പ്രൊമോഷൻ ആകുമ്പോൾ ഒരാൾക്ക് DGP സ്ഥാനം കൊടുക്കേണ്ടി വരും. 2 പേര് റിട്ടയർ ചെയ്തപ്പോൾ 2 പേർക്ക് പ്രൊമോഷൻ കൊടുക്കുക ചെയ്തത്, അല്ലാണ്ട് ആരെയും മനഃപൂർവ്വം മാറ്റിയതല്ല. അപ്പോൾ അത്തരം വാർത്തകൾ വരുന്നത് ശരിയല്ല. ലോക്നാഥ് ബെഹ്റയ്ക്കും DGP-യെ സ്ഥാനക്കയറ്റം നൽകി. ലോക്നാഥ് ബെഹ്റയാണ് പുതിയ ജയിൽ DGP. ADGP അരുൺകുമാർ സിന്നെയ്ക്ക് പോലീസ് ആസ്ഥാനത്തെ ഭരണനിർവഹണ ചുമതല കൂടി നൽകി. ക്രൈംബ്രാഞ്ച് ADGP അനന്തകൃഷ്ണന് സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ചുമതല കൂടി നൽകി. ADGP അനിൽ കാന്തിനെ പോലീസ് ഹൗസിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷന്റെ MD-ആയി നിയമിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പോലീസ് ഉദ്യോഗസ്ഥരെ മാറ്റിയതല്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ജേക്കബ് തോമസിനെ സ്ഥാനം മാറ്റിയത് സ്വാഭാവികം മാത്രം. 2 പേർ വിരമിച്ച ഒഴിവിലേക്ക് 2 പേർക്ക് സ്ഥാനക്കയറ്റം നൽകുകയായിരുന്നുവെന്നും ചെന്നിത്തല തിരുവനന്തപുരത്ത് പറഞ്ഞു. ഒരു ADGP-യെ നിയമിക്കും. അല്ല, ഇതൊക്കെ പദ്ധതികളല്ലേ, ഓരോ ഇതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്തിട്ടുള്ള പദ്ധതികളാണ്. അത് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പം ചില മാധ്യമങ്ങളിൽ എനിക്കത് വലിയ വിഷമമുണ്ട്. നിങ്ങൾ ഈ വാർത്ത കൊടുക്കുമ്പോൾ സത്യസന്ധമായ വാർത്ത കൊടുക്കണം. ഒരാളിനെ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാലും അയാളെ മാറ്റുകയെന്ന് പറയുന്നത് അത് ജനങ്ങളുടെ ഇടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാനാണ്. ഒരു DGP-യുടെ കീഴിൽ വേറൊരു DGP-ക്ക് ഇരിക്കാൻ കഴിയില്ല. പ്രൊമോഷൻ ആകുമ്പോൾ ഒരാൾക്ക് DGP സ്ഥാനം കൊടുക്കേണ്ടി വരും. അപ്പോൾ വിജിലൻസിനും കേരള പോലീസിൽ 2 DGP-മാരാണുള്ളത്. ഒന്ന് SPC, 2 വിജിലൻസിൻ്റെ DGP. 2 പേര് റിട്ടയർ ചെയ്തപ്പോൾ 2 പേർക്ക് പ്രൊമോഷൻ കൊടുക്കുക ചെയ്തത്, അല്ലാണ്ട് ആരെയും മനഃപൂർവ്വം മാറ്റിയതല്ല. അപ്പോൾ അത്തരം വാർത്തകൾ വരുന്നത് ശരിയല്ല. CITU-വിന്റെ നേതൃത്വത്തിൽ തൊഴിലാളികൾ സെക്രട്ടേറിയറ്റ് വളഞ്ഞു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ CITU സംഘടിപ്പിക്കുന്ന ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായായിരുന്നു സമരം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ CITU സംഘടിപ്പിക്കുന്ന ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് സെക്രട്ടേറിയറ്റ് വളയലും കളക്ടറേറ്റ് ഉപരോധവും സംഘടിപ്പിച്ചത്. സെപ്റ്റംബർ 2-നാണ് CITU-വിന്റെ അഖിലേന്ത്യാ പണിമുടക്ക്.
സെക്രട്ടേറിയറ്റ് ഉപരോധം CITU അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി തപൻ സെൻ ഉദ്ഘാടനം ചെയ്തു. മോദി ഭരണത്തിൽ കോർപ്പറേറ്റുകൾക്കാണ് നല്ല ദിനങ്ങളെന്നും വോട്ട് ചെയ്ത ജനങ്ങളുടെ വയറ്റത്ത് ചവിട്ടി നിൽക്കുകയാണ് മോദി സർക്കാർ ചെയ്യുന്നതെന്നും തപൻ സെൻ വിമർശിച്ചു. A government which is again and again expressing anxiety over the deficit gave 8,000 crore rupees concession direct tax to the big corporate and business lobbies. For the common people, they have burdened them. ആയിരക്കണക്കിന് തൊഴിലാളികൾ പങ്കെടുത്ത സെക്രട്ടേറിയറ്റ് ഉപരോധത്തിൽ LDF കൺവീനർ വൈക്കം വിഷൻ, CITU സംസ്ഥാന പ്രസിഡന്റ് ആനത്തലവട്ടം ആനന്ദൻ, CITU തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് V ശിവൻകുട്ടി MLA തുടങ്ങിയവർ പങ്കെടുത്തു. സെക്രട്ടേറിയറ്റിന്റെ പ്രധാന കവാടങ്ങൾ തൊഴിലാളികൾ വളഞ്ഞു. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും GPOയ്ക്ക് മുന്നിൽ നിന്നും പ്രകടനമായാണ് തൊഴിലാളികൾ സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തിയത്. എറണാകുളം ജില്ലാ കളക്ടറേറ്റ് ഉപരോധം CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം ഉദ്ഘാടനം ചെയ്തു. വൻകിട കുത്തകകൾക്ക് രാജ്യത്തെ UPA സർക്കാർ തീരെഴുതിയതിനേക്കാൾ മുന്നിലാണ് മോദി സർക്കാർ എന്ന് ഒരു വർഷത്തെ ഭരണം തെളിയിച്ചതായി എളമരം കരീം പറഞ്ഞു. പാലക്കാട് ജില്ലാ കളക്ടറേറ്റ് ഉപരോധം CITU സംസ്ഥാന പ്രസിഡന്റ് TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ജില്ലാ കളക്ടറേറ്റ് ഉപരോധം കർഷക തൊഴിലാളി യൂണിയൻ അഖിലേന്ത്യാ സെക്രട്ടറി A വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. കോട്ടയം ജില്ലയിലെ ഉപരോധം CITU സംസ്ഥാന സെക്രട്ടറി K ചന്ദ്രൻപിള്ള ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ജില്ലാ കളക്ടറേറ്റ് ഉപരോധം CITU അഖിലേന്ത്യാ സെക്രട്ടറി KN രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. വിവിധ ബ്യൂറോകൾക്കൊപ്പം മെറിൻ മേരി ചാക്കോ, തിരുവനന്തപുരം. ഗുരുവായൂരിലെ പ്രമുഖ ഫ്ളാറ്റ് നിർമ്മാതാക്കളായ ന്യൂ ലൈൻ ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സിന്റെ നിർമ്മാണം പൂർത്തിയായ ന്യൂ ലൈൻ റോസ് അപ്പാർട്ട്മെന്റ് ഉപഭോക്താക്കൾക്ക് കൈമാറി. ആധുനിക സൗകര്യങ്ങളോടെ ഗുരുവായൂർ കിഴക്കേനടയിൽ നിർമ്മിച്ച അപ്പാർട്ട്മെന്റിൽ 24 ഫ്ളാറ്റുകളാണ് ഒരുക്കിയിരിക്കുന്നത്. ന്യൂ ലൈൻ ബിൽഡേഴ്സ് മാനേജിംഗ് ഡയറക്ടർ PT ഷാജി, ഡയറക്ടർ സമീറ, ലാൻഡ് ഓണർ ശശിധരൻ എന്നിവർ പങ്കെടുത്തു.